ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് സ്റ്റുഡിയോയിൽ പോവാണ് കേട്ടോ. അപ്പം സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഡ്രസ്സ് ഇതാണ് ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഡ്രസ്സൊക്കെ. പിന്നെ എന്താ പറയുക ഗൈസ്, നമ്മുടെ സ്റ്റുഡിയോയിൽ ഞാൻ കുറച്ച് നേരം പിടിക്കും. അപ്പം ഞാൻ അവിടെ സ്റ്റുഡിയോ എത്തിയിട്ട് കാണാം. അപ്പം ഗൈസ് സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ പാർക്ക് ചെയ്യാണ് കേട്ടോ വണ്ടി. ഫുൾ പാർക്കിംഗ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ടു ഗൈസ്. ഉണ്ടോ ഗൈസ്, ഫുൾ പാർക്കിംഗ് ആണ്. ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അപ്പം ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹൈഡ് ആൻഡ് സിക്ക് ഫിൽസ് കഴിച്ചു ഗൈസ്. പിന്നെ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയിട്ട് കുറച്ചായി, അങ്ങനെയല്ല മാസമല്ല, കുറച്ചായി, വീക്കായി. അപ്പം കുറച്ച് വീക്കായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു മാരേജ് വരുന്നുണ്ട് സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അമ്മേൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. പാർക്കിങ് ചെയ്തു ഇറങ്ങുകയാണ്. നല്ല തിരക്കാണ് ഗൈസ്. ഉള്ളിൽ ക്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ നടക്കുകയാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഉള്ളിൽ. പിന്നെ അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് പിന്നെ അതിനല്ല, അമ്മ അതിന് വേറെ നല്ലൊരു ഡ്രസ്സാണ്, പാർട്ടി വെയറാണ് എടുക്കുന്നത്. ഞാനും പാർട്ടി വെയർ തന്നെയാണ്. ഇത് തലേന്നത്തെ ഇതിൻ്റെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഹൈലൈറ്റ് മാളിൽ പോയിരുന്നു. ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവിടെ ഒരു മാക്സ് കയറിയിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവിടെ നല്ലതൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് സ്റ്റുഡിയോ പോയാലോ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ബുക്കിൻ്റെ ഒരു ഇതുണ്ട് ഗൈസ്. ലൈബ്രറി പോലത്തെ ഒരു ബുക്കിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബുക്ക് വാങ്ങിയിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ അകത്തേക്ക് കയറുകയാണ്, സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. കുറേ ഡ്രസ്സസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓണം കഴിഞ്ഞു, എന്നാലും കുറേ ഡ്രസ്സസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് അമ്മയുടെ ഡ്രസ്സാണ് കേട്ടോ ഗൈസ് എടുക്കുന്നത്. എടുക്കാണ്. അപ്പം നിങ്ങൾ ആരും എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് എൻ്റെ ഗൈസിൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെന്താ, കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. കുറേ അവരൊക്കെ നമുക്ക് അറിയണ ഒരാളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതാണ് ഗൈസിൻ്റെ ഡ്രസ്സ്. ഞാൻ പറഞ്ഞല്ലോ അറിയണ ആൾ, ആ ആൾ എൻ്റെ ഒരാളാണ്, വെളിച്ചൻ്റെ. അപ്പോൾ ഗൈസ് പിന്നെ ഞാനിതാ ഒരു കമ്മലെടുത്തു. പിന്നെ ഇതാ ലിപ്സ്റ്റിക്ക് എടുത്തു. ഞാൻ എടുക്കണ ലിപ്സ്റ്റിക്ക് ഗൈസ് ഇതാണ് കേട്ടോ, അതും എടുത്തു. അത് കഴിഞ്ഞ് ഗൈസ് ഇവിടുത്തെ ക്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ്, ക്യൂ കണ്ടോ ഇവിടുത്തെ? കുറേ ഗൈസ് എന്താണ് പറയുക, അത്രയ്ക്ക് ഒരു ഫുഡിന് വാരിക്കണ പോലെയാണ് ഗൈസ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അച്ഛനാണ് ക്യൂ നിന്നത്, ഞാൻ നിന്നില്ല. ഞാനും അമ്മയും അശ്മിയും കൂടി പുറത്തായിരുന്നു. അവൻ കരയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റി. എന്നെക്കൊണ്ട് ഞാൻ പോകുമ്പോൾ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ഗൈസ് നമുക്ക് വലിയതൊന്നുമില്ല കേട്ടോ, എന്നുവെച്ചാൽ വലിയ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.